പാവങ്ങളുടെ കണ്ണീരപ്പേരുടെ കൈകൾ കൊണ്ട് അവരുടെ സ്വപ്നതുല്യമായ ജീവിതത്തെ തകർക്കുന്ന കേരള KPCC കാര്യദർശൻ സമിതി സംഘടിപ്പിച്ചു വരുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ ഇതുവഴി കടന്നു വരികയാണ്. വടകരയുടെ നാടാണ് ഷാഫി പറമ്പിലിനെ ലാത്തികൊണ്ടും വടികൊണ്ടും കൂട്ടുകൊണ്ടും പ്രയോഗിച്ചതച്ച് AKG സെന്ററിന്റെ പോലീസിനെതിരെ തുല്യമായ ജീവിതത്തിനുള്ളിൽ കാഴ്ചവെക്കുന്ന കേരള പോലീസ് ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി സമരപരിപാടികളാണ് കേരളത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്തു പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിലേക്ക് കടന്നു വന്നത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ കോൺഗ്രസിന്റെ യുവജന നായകന്മാരെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന, പൊതുസമൂഹം അംഗീകരിക്കുന്ന യുവജന നായകന്മാരെ ഒന്നൊന്നായി ഓരോ കേസിലും പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർമാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഗാന്ധി ദർശൻ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ഷമീർ താമര ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. സെക്രട്ടറി KR അഫാസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ ബർഫൂർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാസ്റ്റർ, അംസ വെങ്ങില, PK സിദ്ദീഖ്, മാനവങ്ക, DCC മെമ്പർ പ്രിയപ്പെട്ട AK നസീർ സാഹിബ്, അതുപോലെ തന്നെ മൈനോറിറ്റി കോൺഗ്രസിൻ്റെ ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട അരിപ്പു, പറപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KR റഷീദ്, മറ്റ് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ നല്ലവരായ സഹപ്രവർത്തകരെ ദീർഘമായൊരു പ്രസംഗത്തിന് മുമ്പ് മുതിരുന്നില്ല. നമുക്കറിയാം നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സുലൈഖ മജീദ് അടക്കമുള്ള നേതാക്കളെ, പ്രിയമുള്ളവരെ, നമുക്കറിയാം പിണറായി വിജയൻ്റെ കിരാത പോലീസിൻ്റെ നടപടിക്കെതിരെ നമ്മൾ ഗാന്ധി ദർശൻ സമിതി നടത്തിയ നൈറ്റ് മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് DSO ഉദ്ഘാടനം ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള ഈ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്, സമാപന സമാജം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട DCC ജനറൽ സെക്രട്ടറി KR അഫാസാണ്. അദ്ദേഹത്തെ ആദരവും ക്ഷണിക്കുന്നു. AK നസീർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ മാസ്റ്റർ, PK സിദ്ദീഖ്, KR റഷീദ്, പ്രിയപ്പെട്ട NK മാനു, മഹിളാ കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി സുലൈഖ, പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ നൈറ്റ് മാർച്ചിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രിയപ്പെട്ട സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. CPM എല്ലാ കാര്യങ്ങളിലും പറയാറുണ്ട്, CPMൻ്റെ ചെങ്കൊടി ഈ രാജ്യത്തെ രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവന്നതാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പറയുന്നു, രാഷ്ട്രീയ എതിരാളികളുടെയും അതുപോലെ തന്നെ എതിരഭിപ്രായം പറയുന്നവരുടെയും രക്തം കൊണ്ട് ചുവന്ന ചെങ്കൊടിയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ചെങ്കൊടി, CPMൻ്റെ ചെങ്കൊടി. ആ ചെങ്കൊടി ഇനി കാലാകാലത്തിന് കേരളത്തിൽ ഉയർന്നു വരാത്ത രീതിയിൽ അറബിക്കടലിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തുന്ന പോരാട്ടത്തിലൂടെ തകർത്തെറിയും എന്നുള്ളത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെയുണ്ട്. മൈനോറിറ്റി കോൺഗ്രസിന്റെ ജില്ലാ ചെയർമാൻ ഉൾപ്പെടെ ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. നാടിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നടത്തുന്ന ഈ പോരാട്ടത്തിൽ എല്ലാവരും ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് മാത്രം പറഞ്ഞു. രാധാകൃഷ്ണൻ മാസ്റ്റർ, സിദ്ദീഖ്, മാനു, റഷീദ്, ഹംസ സൈദ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ കോൺഗ്രസിന്റെ ജില്ലാ ചെയർമാൻ ആലിപ്പൂർ, സുരേഖ, മജീദ്
അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്കറിയാം ഷാഫി പറമ്പിൽ എം.പിയെ ഒരു കാരണവും കൂടാതെ മർദ്ദിച്ച CPM-ന്റെ പോലീസിനെതിരായിട്ടുള്ള പ്രക്ഷോഭം കോൺഗ്രസ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി കഴിഞ്ഞ 2-3 ദിവസമായി കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. എന്റെ പ്രസംഗം ശ്രമിക്കുന്ന ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിക്കാറുണ്ട്, ഞങ്ങൾ നടത്തുന്ന ജനാധിപത്യ രീതിയിലുള്ള ഈ സമരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷക്കാലം ഈ രാജ്യത്ത് ജനദ്രോഹ നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ, അതിനെതിരായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നേതാക്കന്മാരെ പോലീസിനെ കൊണ്ട് വേട്ടയാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവണതയ്ക്കെതിരെ കേരളത്തിൽ ആരംഭിക്കുവാൻ പോകുന്ന പ്രക്ഷോഭത്തിന് നിങ്ങളുടെ പിന്തുണയുണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. പിണറായി വിജയന്റെ ക്രിമിനലുകളായ പോലീസും CPM ഗുണ്ടകളും ചേർന്ന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഷാഫി പറമ്പിലിനെ ക്രൂരമായി മർദ്ദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ കേരള സംസ്ഥാന വ്യാപകമായി നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മേഖലയിൽ നമ്മുടെ ഗാന്ധി ദർശൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ നൈറ്റ് മാർച്ചിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അഭിവാദ്യം. പ്രിയപ്പെട്ട കോൺഗ്രസ് ജില്ലാ ചെയർമാൻ, പ്രിയപ്പെട്ട സുനിൽ കോൺഗ്രസ് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, സുഹൃത്തുക്കൾ, നമുക്കറിയാം ഏകദേശം പിണറായിയുടെ ഈ 2ാം ഘട്ടം മുതൽ പിണറായി അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്ന ഓരോ പ്രതികരണത്തെയും ഓരോ സമരങ്ങളെയും അടിച്ചമർത്തുന്ന സമീപനമാണ് നാളിതുവരെ നമ്മൾക്കെല്ലാം കണ്ടുപോരുന്നത്. അതിൻ്റെ ഒരു അവസാന ഘട്ടം നമ്മുടെ MP-യെ, ജനങ്ങളെ തിരഞ്ഞെടുത്ത ഒരു MP-യെ അതിക്രൂരമായി പോലീസ് മർദ്ദിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് ഈ വേങ്ങര ടൗണിലൂടെ അരങ്ങേറിയത്. ഈ പരിപാടി സംഘടിപ്പിച്ച ഗാന്ധിദർശൻ സമിതിക്കും മുഴുവൻ സഹപ്രവർത്തകന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയും നടത്തിയ പിണറായി പോലീസിന്റെ ഇതിനകത്ത് നടപടിക്കെതിരെയാണ് ഈ പ്രതിഷേധം നമുക്കറിയാം ഒരു സൂചന മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കുട്ടികൾ പ്രവർത്തകർ ഈ കേരളത്തിൽ നമുക്കറിയാം ഒരു CPM-ന്റെ ഒരു MLA പോലും പുറത്തിറങ്ങി നടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന താക്കീതാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. പിണറായി വിജയൻ അവരുടെ മന്ത്രിമാരല്ല, അവരുടെ കൂട്ടാളികളുടെ DYFI അല്ല, ഏതൊരുത്തരും വിചാരിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ ജനാധിപത്യ പാർട്ടിയെ, ഈ മതേതരത്വ കക്ഷിയെ അടിച്ചെടുക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. നിങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കും. അത് അവസാന നാൾ വരെ നിങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് കൊണ്ട് അമർത്താമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കും. എല്ലാ വിധത്തിലുള്ള പ്രത്യാക്രമണങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.